ഇപ്പോൾ ടൂ വീലർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത്. റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ബാറ്ററി പഴക്കം കൊണ്ട് കേടുവന്നു. അപ്പോൾ അത് മാറി വെക്കാൻ വേണ്ടി കടയിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അതിൻ്റെ വില 2800 രൂപ, 3000 രൂപ ഈ റേഞ്ചൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ മൊത്തത്തിൽ ഇതിൻ്റെ ഒരു സാങ്കേതികമായിട്ടൊന്ന് അന്വേഷിച്ചു. 12 H ആയിരുന്നു അന്ന് അതിനകത്ത്, ഇപ്പം 14 H കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നോക്കിയത് സ്കൂട്ടറിൻ്റെ കാര്യമാണ്. ഇപ്പം യമഹ ഫാസിനോ സ്കൂട്ടറിലൊക്കെ 4 H ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടോർക്ക് കൊണ്ട് നോക്കുകയാണെങ്കിൽ സത്യത്തിൽ ഇതിന് രണ്ടിനും 4 H മതി സ്റ്റാർട്ടാവാൻ. പിന്നെ നമ്മൾ റണ്ണിങ്ങിൽ അത് ചാർജ് കയറുമല്ലോ. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് ഞാൻ ശരിക്കും ഒന്ന് അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇത് ബാറ്ററി കമ്പനിയും ഈ ടൂ വീലർ നിർമ്മാതാക്കളും തമ്മിലുള്ളൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണിത്. സാങ്കേതികമായിട്ട് നമ്മൾ ഇലക്ട്രോണിക്സുകാർ നോക്കുമ്പോൾ 12 വോൾട്ടേ ഉള്ളൂ, AHും കിട്ടിക്കഴിഞ്ഞാൽ ഏത് വണ്ടി ഓടിക്കാം. പക്ഷെ വലിയ വണ്ടികളിലൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഏത് ബാറ്ററി മാറ്റി വെക്കാം. അത് 30 H, 40 H, 60 H അങ്ങനെയൊക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ ടൂ വീലറിലാണ് ഇവർക്ക് ഏറ്റവും അധികം സെയിൽസ് നടക്കുന്ന ബാറ്ററി. അപ്പോൾ ഒരു ബാറ്ററിയിൽ തന്നെ 500 രൂപ, 1000 രൂപ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുമ്പോൾ കോടിക്കണക്കിന് രൂപേൻ്റെ ബിസിനസ് നടക്കുന്ന ഫീൽഡാണ്. അങ്ങനെയാണ് ഞാനിത് മനസ്സിലാക്കിയത്. അപ്പോൾ ഞാൻ ഉടൻ തന്നെ എന്ത് ചെയ്തു, നമ്മൾക്ക് ഏറ്റവും പരിചിതമായ ബാറ്ററി ആണല്ലോ ഈ കമ്പ്യൂട്ടറിൻ്റെ UPS ബാറ്ററി. 7H ബാറ്ററി എന്ന് പറഞ്ഞാൽ ഫേമസ് ആണ്. ഒരു 750 രൂപയിലാണ് സ്റ്റാർട്ടിങ്, 850 രൂപയ്ക്ക് കിട്ടും. ഇപ്പോൾ ഏറ്റവും കൂടിയ ഒരു 1000 രൂപ അതിൻ്റെ താഴെയേ ഉള്ളൂ. ഈ ബാറ്ററി കൊണ്ട് തന്നെ ഈ വണ്ടി രണ്ടും സുഗമമായിട്ട് ഓടിക്കാം. കാര്യം ഞാൻ ഈ രണ്ട് റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് വണ്ടിക്കകത്തും പിന്നെ യമഹ ഫാസിനോ വണ്ടിയിലും 3 വർഷവും ഒരു വണ്ടിയിൽ 3 വർഷവും ഒരു വണ്ടിയിൽ 5 വർഷവും കൃത്യമായിട്ട് ഇത് ടെസ്റ്റ് ചെയ്ത് പരീക്ഷിച്ച് വിജയിച്ചതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കൂടെ എല്ലാവർക്കും പ്രയോജനപ്പെട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ബാറ്ററിക്ക് 2 ടെർമിനലല്ലേ ഉള്ളൂ, പോസിറ്റീവും നെഗറ്റീവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊരു കമ്പ്യൂട്ടർ ബാറ്ററി എടുക്കുക, അതിൻ്റെ ടെർമിനൽ അഴിച്ചിട്ട് ഇതിലേക്ക് കണക്ഷൻ കൊടുക്കുക. പക്ഷേ ഇതിനകത്ത് നട്ടും ബോൾട്ട് വിടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അതിൻ്റെ ക്ലിപ്പ് വാങ്ങേണ്ടി വരും, അല്ലെങ്കിൽ സോൾഡർ ചെയ്യേണ്ടി വരും. ഞാൻ എൻ്റെ വണ്ടിക്കകത്ത് സോൾഡർ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞ് ഒരു കംപ്ലൈൻറ്റും ഇല്ല. മാത്രമല്ല അവരെ കമ്പനി ബാറ്ററിയേക്കാൾ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടാവും. പിന്നെ അതിൻ്റെ ആംബിയർ ചാർജിങ് കപ്പാസിറ്റി എല്ലാം സെയിമാണ്, ഒരു കുഴപ്പമില്ല. ഇതാണ് ഇതിനകത്തുള്ള രഹസ്യം എന്ന് പറഞ്ഞാൽ. കമ്പനികൾ ഇതിൻ്റെ ഷേപ്പ് കുറച്ച് മാറ്റും, എന്നിട്ട് വേറെ ബാറ്ററി അവിടെ കടക്കാത്ത രീതിയിലാക്കി വെക്കും. അങ്ങനെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ആ ബാറ്ററി അവിടെ കൊള്ളാത്തതുകൊണ്ട് അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഭാഗം ചെറിയ ഒരു ചെറിയ കത്തി ചൂടാക്കി അവിടെ ഭാഗം കട്ട് ചെയ്ത് മാറ്റി. ഇത്രയേ ഉള്ളൂ ഒരു ആൾട്രേഷൻ എന്ന് പറഞ്ഞാൽ. കാരണം ഈ ബാറ്ററി, നമ്മൾ ഈ കമ്പ്യൂട്ടർ ബാറ്ററി അവിടെ കൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ ഒരു ഷേപ്പ്ലെസ് ആക്കി വെക്കും എപ്പോഴും കമ്പനികൾ. മോട്ടോർ സൈക്കിൾ ഫീൽഡിലാണ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിക്കുക. എന്നിട്ട് പരീക്ഷിക്കാനൊന്നുമില്ല, പരീക്ഷണം കഴിഞ്ഞാണ്. ഉപയോഗിച്ചതിന് ശേഷം ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു നല്ല വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.